ഇതാ ഇതിനകത്ത് നിറയെ ഫോട്ടോസാണ്. നല്ല ഒന്നാന്തരം കുട്ടികളുടെ. ആൺകുട്ടികൾ ഇതിൽ ഒരെണ്ണമെങ്കിലും ഇഷ്ടപ്പെടാണ്ട് പോകുന്നില്ല. ഇതാണോ കുട്ടി? അതെ. ആള് നല്ല സ്മാർട്ടാണല്ലേ. ആരാമ്മ? രമേശ്? ഇത് സുഖേട്ടൻ. എന്നെ അറിയത്തില്ലേ? ഇല്ല. ഞാൻ സുഖു. ഈ നാട്ടിൽ വിവാഹം കഴിക്കാതെ നിൽക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ അവിടെ ഞാൻ എത്തിയിരിക്കും. എന്നിട്ട് ഇതുവരെ ഈ സുഖേട്ടനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എത്തുക മാത്രമല്ല, ആ കുട്ടിയുടെ കല്യാണം കഴിയുന്നത് വരെ എനിക്ക് വിശ്രമമില്ല. അതാ സത്യം. പറഞ്ഞോളൂ. നീ വെറുതെ തർക്കിച്ച് നിൽക്കാതെ അങ്ങേറെ കയ്യിലുള്ള പയ്യന്മാരുടെ ഫോട്ടോ നോക്കൂ. കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടാലേ അവരെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. എൻ്റെ പൊന്നമ്മ, ഈ ലോകത്തുള്ള സകലമാന മാട്രിമോണി സൈറ്റിലും എൻ്റെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യിപ്പിച്ചിട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ പോരാഞ്ഞിട്ടാണോ ഈ ബ്രോക്കർക്കും കൂടി ഞാൻ എന്തോരം കാശ് കൊടുക്കണം? അമ്മയ്ക്ക് ഞാൻ ഇത്രയ്ക്ക് അങ്ങോട്ട് ഭാരമായോ? എനിക്ക് വെളിയിലിറങ്ങി നടക്കാൻ വയ്യ. ഓരോരുത്തർ ഓരോന്ന് ചോദിക്കുമോ, നിന്റെ കല്യാണം ആയില്ലേ എന്ന്. എനിക്കത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഈ നാട്ടുകാർ ഓരോന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് മറുപടി പറയാനൊന്നും ഇല്ലേ? ഞാൻ എന്ത് പറയാനാ? എൻ്റെ ചേച്ചി, ഞാൻ അറിയാമല്ലാണ്ട് ചോദിക്കുവാണ്. ചേച്ചി എന്ത് കല്യാണം കഴിക്കാത്ത? ചേച്ചിക്ക് എന്തെങ്കിലും ബ്രേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു തരത്തിൽ ബ്രേക്കപ്പ് തന്നെ പറയാം. അച്ഛൻ മരിക്കണ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ മരിക്കുമ്പോൾ ഈ വീടിന്റെ ചുമതല ആരെങ്കിലും ഏറ്റെടുക്കണ്ടേ? അപ്പൊ ഞാൻ പഠിപ്പ് നിർത്തി. അന്നത്തെ എൻ്റെ ആകെയുള്ള സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ പഠിപ്പിക്കുക, അമ്മ പട്ടിണി ഇല്ലാണ്ട് കിടക്കണം. അതിന്റെ പുറകെയായിരുന്നു ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കല്യാണക്കാരൊന്നും ആലോചിച്ചു പോലുമില്ല. പിന്നെ നിങ്ങളുടെ കല്യാണം നടന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അമ്മ, ഈ നാട്ടുകാർ ചോദിക്കുന്നു എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നില്ലേ? ഒരു കാര്യം ചെയ്യും, ഈ ചോദിക്കുന്ന നാട്ടുകാരോട് ആരെങ്കിലും അവരുടെ മക്കളുണ്ടെങ്കിൽ എനിക്ക് കെട്ടിച്ചേരാൻ പറ. അതോടുകൂടി പ്രശ്നം തീർന്നല്ലോ. നിന്റെ ഈ തറുതലപാത്രം നിർത്തുവോ? എങ്കിലേ എല്ലാം ശരിയാവത്തുള്ളൂ. കുട്ടി ലേശം ചന്തേടിയാണ് അല്ലേ? എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ തറുതലയായി. വേറൊരു നല്ല ഐഡിയ ഉണ്ട്. എന്തായാലും ഞാൻ നാട്ടിലിറങ്ങി നടക്കുമ്പോഴല്ലേ അമ്മയ്ക്ക് ഈ പ്രശ്നമുള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്, ഇവളെന്തായാലും പഠിപ്പ് കഴിഞ്ഞ് നിൽക്കല്ലേ, 4-5 സപ്ലി ഉണ്ടെന്നല്ലേ ഉള്ളൂ. രമേശും വെറുതെ നിൽക്കുക. രണ്ടുപേരും കൂടെ ജോലിക്ക് പോട്ടെ, എന്നിട്ട് ഈ കുടുംബം നോക്കട്ടെ. അപ്പൊ പിന്നെ എനിക്ക് വീട്ടിലിരിക്കാലോ. അമ്മയ്ക്ക് ഇതൊന്നും കേൾക്കാൻ വേണ്ട. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ ഐഡിയനെ കുറിച്ച് നന്നായിട്ടൊന്ന് ചിന്തിക്ക് കേട്ടാ.